നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മനസ്സിലെ ടെൻഷൻ കാരണം ഞാൻ നിന്നെ എന്തൊക്കെയോ പറഞ്ഞു. ശരിക്കും ഞാനല്ല നിന്നോട് സോറി പറയേണ്ടത്. സോറി കൗമുദി. ഞാൻ ചേട്ടനോട് സോറി പറയണ്ടേ? രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്തിട്ട് വീട്ടിൽ വന്ന് കയറുന്ന ചേട്ടനോട് ഓരോന്ന് ചോദിച്ച് വിഷമിപ്പിക്കല്ലേ ഞാൻ. എല്ലാം എന്റെ തെറ്റാക്കു ചേട്ടാ. അങ്ങനെയൊന്നുമില്ല കാക്കുതി. ആരും കാരണം അക്കുചേട്ടന്റെ മനസ്സ് വിഷമിക്കരുതെന്ന് കരുതിയ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ. പക്ഷെ അതൊക്കെ ചേട്ടന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നു ഞാൻ ഓർത്തില്ല. കുട്ടിക്കാലം മുതല് വീട്ടിലെ ഒരു സാധനങ്ങൾ നശിപ്പിക്കാൻ തക്കുച്ചേട്ടൻ ഫ്ലവർ വേസ് എടുത്ത് ഉടക്കണമെങ്കിൽ അത്രയും ദേഷ്യം ഞാൻ കാരണം ഉണ്ടായിട്ടുണ്ട്. അതാലോചിക്കുമ്പോ സഹിക്കാൻ പറ്റുന്നല്ല അക്കുച്ചേട്ടൻ. ഇനി ഒരിക്കലും ഞാൻ നിന്നോട് ദേഷ്യപ്പെടില്ല. അക്കുച്ചേട്ടൻ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒന്നും ഞാനിനി ചോദിക്കില്ല. അക്കുച്ചേട്ടന്റെ മനസ്സറിഞ്ഞ് പെരുമാറിക്കൊള്ളാം ഞാൻ. എന്റെ മനസ്സെന്താന്ന് എനിക്ക് തന്നെ അറിയില്ല കാക്കോത്തി. പിന്നെ നീ എങ്ങനെ മനസ്സിലാക്കാനാ? ബാല, എല്ലാവരോടും ഉറങ്ങാൻ പറഞ്ഞിട്ട് നീ ഉറങ്ങുന്നില്ലേ ബാല? എങ്ങനെ ഉറങ്ങാനാ ഗോവിന്ദ? ആകാശമോനെ ഓർത്താണോ? അല്ല, ചാരുമോളെ ഓർത്താ. ആകാശ് ഇതുവരെ ശബ്ദമുയർത്തി സംസാരിച്ചോ വഴക്കിട്ടോ ഞാൻ കണ്ടിട്ടില്ല. അവൻ ചാരുമോളായിട്ട് വഴക്കിടുന്നത് എന്തിനാ? ഓഫീസിൽ എന്തെങ്കിലും ടെൻഷൻ ആയിരിക്കും ബാല. ഓഫീസിലെ ടെൻഷൻ കാണിക്കേണ്ട ഓഫീസിലല്ലേ, അല്ലാതെ വീട്ടിലാണോ? അതും ചാരുമോളോട്. പാവം കരയുന്നുണ്ടാവും. ഇതെങ്ങനെ വിട്ടാ പറ്റില്ല ഗോവിന്ദ. നേരെ ഒന്ന് വിളിത്തോട്ടെ. നമ്മളേട്ടൻ ചോദിക്കണ്ട ബാല. ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോ വഴക്കൊക്കെ പതിവല്ലേ. അതവർ നമ്മൾ സംസാരിച്ച് തീർത്തോളും. അങ്ങനെ തീർന്നില്ലെങ്കിലേ നമ്മൾ ഇടപെടേണ്ട കാര്യമുള്ളൂ. ബാലിനിപ്പോ ഒന്നും ആലോചിക്കണ്ട, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ബാലമാമേ, ഗോവിന്ദ,
എനിക്ക് ആരോടും ഒന്നും സംസാരിക്കാനില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് സംസാരിക്കാം. അശു ചേച്ചി, ബാലമാമൻ എന്താ ദേഷ്യപ്പെട്ടിരിക്കുന്നത്? അച്ഛന്റെ ദേഷ്യത്തിന് കാരണം നിനക്കറിയില്ലേ ചാരു? ഇല്ല ചേച്ചി. നീയും ആകാശം തമ്മില് ഇന്നലെ രാത്രി എന്തായിരുന്നു പ്രശ്നം? ആകാശിന്റെയും നിന്റെയും ശബ്ദം കേട്ടു, പിന്നെ എന്തോ വീണുടയുന്നതും കേട്ടു. രാത്രി ആരും ഉറങ്ങിയിട്ടില്ല, എല്ലാരും കൂടി ഇവിടെ ചർച്ചയായിരുന്നു. ബാലമാമനുണ്ടായിരുന്നോ? പിന്നെ അച്ഛൻ ആദ്യം എഴുന്നേറ്റ് വന്നു. നിങ്ങളെ വഴക്ക് കേട്ട് ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുമായിരുന്നു. അച്ഛൻ അപ്പൊ തന്നെ നിങ്ങളുടെ മുറിയിലേക്ക് വരാൻ പോയതാ. ഗോവിന്ദമാമനാ പോകണ്ടെന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തിയത്. ഇനി എന്തൊക്കെ ഉണ്ടാവുമോ എന്തോ, എനിക്കൊരു ഐഡിയയും ഇല്ല ചാരു. അശു ചേച്ചി, ഞാൻ കൊടുക്കാം എല്ലാവർക്കും. ബാലമാമേ, ചായ. ഗോവിന്ദ, എനിക്ക് ചായ വേണ്ടെന്ന് പറ. ബാല, ചായ കുടിക്ക്. വടക്കേ പറമ്പിലെ നാളികേരം ഇടിക്കാൻ പോണെന്ന് പറഞ്ഞല്ലേ? അതിലും പ്രധാനപ്പെട്ട ഒരു ജോലി എനിക്ക് ഇവിടെ ഉണ്ട്. അത് തീർത്തിട്ട് പോവാ. അശു ചേച്ചി, ഇന്നലെ രാത്രി അക്കുച്ചേട്ടനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. ദേഷ്യം എന്ന് പറഞ്ഞാ നമ്മളൊക്കെ കണ്ട പേടിച്ചു പോവും. അതുപോലെയായിരുന്നു. നിങ്ങളും ചിലപ്പോ കേട്ടിട്ടുണ്ടാവും. കേട്ടു ചാരു. ആ, അക്കുച്ചേട്ടന്റെ ദേഷ്യത്തിന്റെ കാരണം എന്താണെന്നറിയോ? എല്ലാം എന്റെ കുഴപ്പം കൊണ്ടാ. ഞാൻ ടേബിള് തുടച്ചോണ്ടിരുന്നപ്പോ എന്റെ കൈ തട്ടി ടേബിളിലിരുന്ന ഫ്ലവർ വേസ് താഴെ വീണ് പൊട്ടി. അതറിയാതെ അക്കുച്ചേട്ടൻ വന്ന് പൊട്ടിയ ചില്ലില് ചവിട്ടി കാലിന് ചോര വന്നു. വേദന സഹിക്കാൻ പറ്റാതെ അക്കുച്ചേട്ടൻ ദേഷ്യത്തിൽ ഒച്ചെടുക്കാൻ തുടങ്ങി. അയ്യോ, എന്നിട്ട് കൊറേ മുറിഞ്ഞോ കാല്? ആ, കൊറേയില്ല, എന്നാലും കുറച്ചു മുറിഞ്ഞു. എന്നിട്ട് മുറിവിന് മരുന്ന് വെച്ച് കിട്ടിയോ?